എന്തുകൊണ്ട് പറയുന്നു? അവിടെയാണ് വിഷയം. 95 ലക്ഷം കുടുംബങ്ങളുടെ പട്ടിണി അറിയുന്നവർ നമ്മളാ. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് പറയാ അങ്ങനെ എടുത്തു കൊടുത്തോളിന്ന്. നമ്മൾ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെ വേണ്ട സ്ഥാനത്ത് വേണ്ട സമയത്ത് ഉപയോഗിക്കുന്നു. പക്ഷെ അതിനുള്ള പരിഗണന നമ്മൾക്ക് നൽകുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ വോയിസ് ഇട്ട് കൊടുത്തു, ഞങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. ഞങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നവർ, ജനങ്ങളെ പട്ടിണി അറിയുന്നവർ. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞില്ലേ, 65 ജീവൻ പറഞ്ഞത് കേരളം അടഞ്ഞു കടന്നൊരു കാലം, കേരളം മൊത്തത്തിൽ അടഞ്ഞു കടന്ന കാലം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പണിയെടുക്കാതെ ശമ്പളം വാങ്ങിയ കാലം. എല്ലാരെയും പരിഗണിച്ചു. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച സൗജന്യ കിറ്റ് കൊടുത്തവർ നമ്മളല്ലേ. കേരളത്തിലെ ഏതെങ്കിലും ഒരു സമൂഹം, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പോലീസിനുണ്ടോ, ആരോഗ്യ വകുപ്പിനുണ്ടോ, മാധ്യമ പ്രവർത്തകരുണ്ടോ 65 പേർ മരിച്ചത്? നമ്മൾ മാത്രമാണ്. ഈ സേവന രംഗത്ത് കോവിഡ് മരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഒരു സേവനം ചെയ്തിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ റേഷൻ വ്യാപാരികളാണ്. നമുക്കറിയാം കോവിഡിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഈ രാജ്യത്ത് സേവനം ചെയ്യുന്ന പൊതുവിതരണ രംഗത്ത് ഇന്ന് ഈ രാജ്യത്തിലുണ്ടായ എല്ലാ പുരോഗതികളുടെയും ആണിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ അത് റേഷനാണ്. പട്ടികയുള്ള ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആരോഗ്യ രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ പട്ടിണി ഇല്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ആദ്യം തന്നെ കേരളത്തിൽ എന്തൊരു ക്രൈസിസ് ഉണ്ടായാലും, ഇന്ത്യ രാജ്യത്ത് ഒരു ക്രൈസിസ് ഉണ്ടായാലും ആദ്യം പ്രഖ്യാപിക്കുന്ന സൗജന്യ റേഷൻ അത് കൊടുക്കുന്നത് നമ്മളാണ്. നമ്മളെ കുറിച്ച് ആർക്കും ഒരു പരിഗണനയുമില്ല. കഴിഞ്ഞ ദിവസം ഈ കരാറുകാരുടെ സമരം പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിയെ വിളിച്ചു പറഞ്ഞു, 4-ാം വർഷം ആഘോഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടാവുണ്ടാകരുത്, അവർക്ക് അരി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. കരാറുകാരൻ സമരത്തിലാണ്, 4 മാസത്തെ പൈസ കൊടുത്തില്ല. ഇപ്പൊ നമ്മളെ പൈസ ചെയ്യണ്ട. അത് നിങ്ങൾ കണ്ടോ? 4 പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ 45%, നമ്മളെ 45, പിന്നെ 7.5, 170 ഉറുപ്പിന്റെ കണക്കാണ്. 8.5, 8.5 അങ്ങനെ 4 ബില്ലുകളാണ് വരുന്നത്. അതിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ നാളെ അതിനുവേണ്ടി പോവുകയാണ്. നിങ്ങൾക്കറിയോ, ഇങ്ങനെ ഒരു വിഭാഗത്തെ മാത്രം അവഗണിക്കപ്പെടുക. എന്നിട്ടോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പൈസ കൊടുത്ത് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ തരാം. നമുക്ക് വീഴ്ചയുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല, തെറ്റുണ്ട്, ഞങ്ങളും വിഷമിക്കുന്നുണ്ട്. ഞാൻ ഓരോ താലൂക്ക് സമ്മേളനത്തിലും ഞാനിങ്ങനെ ഇവിടെ അങ്ങ് പോകില്ല. ഈ താലൂക്ക് സമ്മേളനത്തിൽ നിങ്ങൾക്ക് പറയാനും കൂടി കേൾക്കേണ്ടതുണ്ട്. ഞാനും എൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും മോഹൻപിള്ള സാറും തലശ്ശേരി താലൂക്ക് സമ്മേളനത്തിൽ സഹോദരിമാരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. സങ്കടപ്പെട്ടു പോയിട്ട് അവരുടെ ചർച്ചയ്ക്ക് മറുപടി പറയാൻ കഴിയാതെ മറുപടി നമ്മൾ പറഞ്ഞു. പക്ഷെ ആ മറുപടി പറയുമ്പോൾ അത് ഉള്ളിൽ തട്ടിയുള്ള മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല.